നമസ്കാരം. വയനാട് ദുരന്തത്തിലെ നഷ്ടം സംബന്ധിച്ച് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയ നിവേദനത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേട്. കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്നാണ് ആക്ഷേപം. വോളണ്ടിയർമാർക്കും സേനാംഗങ്ങൾക്കും ഭക്ഷണം നൽകിയ വകയിൽ 10 കോടിയും ഇവരുടെ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് 4 കോടിയുമാണ് കാണിച്ചിരിക്കുന്നത്. ആളുകളെ ഒഴിപ്പിക്കാനുള്ള വാഹന ചെലവ് 12 കോടിയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് 11 കോടി ചെലവാക്കിയതായി കണക്കുകളിൽ പറയുന്നു. ഇത് ചെലവാക്കിയ തുകയല്ല, കേന്ദ്ര ദുരന്ത നിവാരണ മാനദണ്ഡം അനുസരിച്ച് കണക്കാക്കിയ തുകയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വയനാട്ടിൽ ചിലവായത് എത്ര? കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയോ? നിവേദനത്തിലുള്ളത് ശരിയായ വസ്തുതകളല്ലേ? കേന്ദ്ര സഹായം എവിടെ? ഈ ചർച്ചയിൽ ശ്രീ കെ എസ് അരുൺകുമാർ CPM, ശ്രീ പ്രഫുൽ കൃഷ്ണ BJP, ശ്രീ കെ പി നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ ജെയിംസ് വടക്കൻ ഹർജിക്കാരൻ, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്നിവർ. ആദ്യം ശ്രീ ജെയിംസ്, നമുക്ക് ഇന്നിപ്പോ കോടതി വിധിയുടെ ഭാഗമായിരിക്കുന്ന ഈ രേഖയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഇത് 17/8/2024 കേന്ദ്ര സർക്കാരിന് നൽകാനായി തയ്യാറാക്കിയ നിവേദനമാണ് എന്നും അതിൽ വളരെ കൃത്യമായി അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ SDRF നോംസ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. SDRF നോംസ് അനുസരിച്ച് കിട്ടാവുന്ന തുക സംബന്ധിച്ച, അല്ലെങ്കിൽ ഓരോ വസ്തുതയിലും ചേർക്കാവുന്ന തുക സംബന്ധിച്ച ഒരു അസസ്മെന്റ് എന്നുള്ളതിനപ്പുറം ഇത് ചെലവാക്കിയ തുക എന്ന് അസ്യൂം ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അല്ല, ഇത് ആരാണ് ചെലവാക്കിയ തുക എന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഇത് ദുരന്തം ഉണ്ടായ അന്ന് തന്നെ ഇതിക്ക് മുമ്പുണ്ടായ പുത്തുമല, പിന്നെ കവളപ്പാറ, പെട്ടിമുടി ദുരന്തങ്ങളിലൊക്കെ ജനങ്ങൾ നേരിട്ട ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ എന്നാ പറയുന്നത് റിക്വയർമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട് നമ്മളൊരു കത്ത് ഹൈക്കോടതിക്ക് അയച്ചു. അത് പിന്നെ ഹൈക്കോടതി തന്നെ സുമോട്ടോ പെറ്റീഷനായിട്ട് എടുത്തു. ഞങ്ങളതിനകത്ത് 9ാമത്തെ കക്ഷിയാണ്. ഞങ്ങൾ ഈ കേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6-ാം തീയതി 20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കോടതി പുറത്തിറക്കി. അതിനകത്തെ കണക്കുകളാണ് ഇപ്പോൾ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം എസ്റ്റിമേറ്റ് ആണോ കറക്റ്റാണോ എന്നുള്ളതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനകത്ത് മുഴച്ചു വന്ന ഒരു കാര്യം, ഈ ബോഡികൾ മറവ് ചെയ്യാനായിട്ട് 75,000 രൂപ ചിലവാകുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ ആക്ച്വൽസ് എന്ന് എഴുതുന്നു. പിന്നീട് ഭൂമി നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാര തുകയെപ്പറ്റി ഒരു കണക്ക്, വീട് നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാരത്തെ പറ്റി എസ്റ്റിമേറ്റ്. എന്തായാലും ഇത് എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും ഇത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് അല്ല, അവിടെ ജെയിംസ് വടക്കൻ ഇപ്പോ ഈ SDRF നോംസ് അനുസരിച്ച് ഒരു വീടിന് 1,30,000 നഷ്ടപരിഹാരം കൊടുക്കാൻ വകുപ്പുള്ളത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട വീടുകൾ ഇൻറ്റു 1,30,000, അതാണ് 20 കോടി 21,50,000 വരുന്നത്. അതിന് കൃത്യമായ നോംസ് ഉണ്ട്. പക്ഷേ മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമുള്ളവയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥ നിലവിലില്ലാത്തത് കൊണ്ട് അതിൽ മറ്റൊരു കണക്ക് എന്നുള്ളതിലപ്പുറം നമ്മൾ അതിലെന്തെങ്കിലും വൈചിത്രം കാണേണ്ടതുണ്ടോ? അല്ല, ഒരിക്കലും ഞങ്ങൾ അല്ലെങ്കിൽ ഈ കേസിൽ കക്ഷിയായ ഞങ്ങൾ ഒരിക്കലും ഇതിനകത്തൊരു ഒരു വിരുദ്ധതയുണ്ടെന്നോ അല്ലെ കണക്കുകൾ ശരിയല്ല എന്നൊന്നും ഞങ്ങൾ നാളിതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു നോംസ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരല്ലേ ഫിക്സ് ചെയ്യുന്നേ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട് ചില മന്ത്രിമാരും ചില ഗവൺമെൻറ് സെക്രട്ടറിമാരും അധ്യക്ഷനായൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നൊരു വീടിന് 1,30,000 ഉള്ളൂ എന്ന കണക്ക് എടുത്താൻ പറ്റും. ആ കണക്കുകളെല്ലാം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. അതുമാത്രമല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷി നഷ്ടപ്പെട്ടവർക്ക് 1 ഹെക്ടർ 1 ഏക്കർ ഏലകൃഷി ചെയ്യാനായിട്ട് 2,60,000 രൂപയാണ് ബാങ്കുകളിൽ നിന്ന് വായ്പ കൊടുക്കാവുന്ന നമ്മുടെ തന്നെ സംസ്ഥാന സഹകരണ വകുപ്പുകൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പറയുന്നത് സ്കെയിൽ ഓഫ് ഫൈനാൻസിങ്ങിനകത്ത്. ആ 2,80,000 രൂപയ്ക്ക് കൃഷി ചെയ്യുന്ന 1 ഏക്കർ ഭൂമിയിലെ കൃഷിനാശത്തിന് 10,000 രൂപ എന്ന് പറയുന്നു. അത് ഏലത്തിനും 10,000 രൂപ, കാപ്പിക്കും 10,000 രൂപ. അങ്ങനെ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഈ ഒരു സംവാദം ഉണ്ടായതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാലോചിതമായി എല്ലാം പരിഷ്കരിച്ച് ദുരന്തഭൂമിയിൽ ദുരന്തത്തിനിടയായ ആൾക്കാർക്ക് അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന് മാത്രമാണ് ഹർജിക്കാരെന്ന നിലയ്ക്കും സേവ് വെസ്റ്റേൺ ഗട്ട്സ് പീപ്പിൾ ഫൗണ്ടേഷൻ്റെയും സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെയും പ്രതിനിധികളും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളൊരിക്കലും ഈ വിവാദത്തിൽ കക്ഷികളല്ല. ഞങ്ങളൊരു കേസ് കൊടുത്തു, മറ്റൊന്നിനും വേണ്ടല്ല, അവിടെ അർഹതപ്പെട്ടവർക്ക് എല്ലാം കിട്ടണം. അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടായി. കാരണം ആദ്യം തുടങ്ങി കോടതി ഇടപെട്ടു. 10,000 രൂപ സർക്കാർ കൊടുത്തപ്പം അത് ബാങ്കുകാർ ഇൻസ്റ്റോൾമെൻറ്റ് പിടിച്ചു, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആശുപത്രി കിടന്ന രോഗികളുടെ ചികിത്സയ്ക്ക് അവർ പൈസ കൊടുക്കേണ്ട, സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ഉത്തരവുകൾ കോടതിയിൽ പുറപ്പെടുവിച്ചു, ഇതേ കോടതി തന്നെ. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഈ 6-ാം തീയതി 20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കോടതി ഇറക്കിയപ്പോൾ അതാരും വളരെ സീരിയസ് ആയിട്ട് വായിച്ചില്ല. അതിന് 9 പാർട്ടുണ്ട്.
ശരി. അതിനകത്ത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എനിക്കറിയില്ല ആരൊക്കെ വായിച്ചോ എന്നുള്ള കാര്യം. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞ പ്രിപ്പയർഡ്നെസ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ടു SDRF ആണ്. അങ്ങനെ 9 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരിടത്തുനിന്ന് മാത്രം അതാണ് ഇപ്പോ വലിയ തോതിൽ വിവാദമായത്. അതുകൊണ്ടാണ് ഞാൻ ആ വിധി പൂർണ്ണമായും വായിച്ചതാണ്. മറ്റു പല വിഷയങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. ഞാൻ അത് എന്നുള്ളതിലുപരി നമ്മൾ ഈ വിഷയം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയായതുകൊണ്ടാണ് അതിൽ ഫോക്കസ് ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ നൌഷാദ് അലി, നമുക്കിപ്പോൾ SDRFും CMDRFും രണ്ടാണ്. SDRF സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നുള്ളത് സെൻട്രലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ്. DM ആക്ട് അനുസരിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ട ഒരു ഫണ്ടാണ്. അപ്പോൾ അതിൽ സഹായം സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. നോക്കൂ, ഇപ്പോൾ ഒരു പശുവിനെ നഷ്ടമായാൽ 37,500 രൂപയാണ് പെർ കൗ. ഒരു പശുവിന് 37,500 രൂപയാണ് നഷ്ടപരിഹാരം. 226 പശുക്കളെയാണ് വയനാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 84,37,500 എന്നുള്ള ഫിഗർ നമുക്ക് ഈ 226 പശുവിനെ നഷ്ടപ്പെട്ടതിന് കിട്ടണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടണം എന്നുള്ള ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയാണ്. അപ്പോൾ മാനദണ്ഡം അനുസരിച്ച് കിട്ടേണ്ട തുക സ്വാഭാവികമായും അതിൽ വരും. മാനദണ്ഡം ഇല്ലാത്ത വിഷയങ്ങളിൽ കിട്ടാവുന്ന പരമാവധി തുക അതിൽ വരും എന്നുള്ളതിനപ്പുറത്ത് വലിയ വിവാദങ്ങളുടെ സ്കോപ്പ് ഈ വിഷയത്തിലുണ്ടോ? അഭിലാഷ്, ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വളരെ ഗൗരവതരമായിട്ട് തന്നെ വരാം. അതിന് മുമ്പായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, കാരണം നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ റെയിൽവേ അപകടങ്ങൾ നടക്കുമ്പോൾ അവിടെ ഓടിക്കൂടുന്ന ചില ഗ്രാമീണരെ കുറിച്ചൊക്കെയുള്ള കുപ്രസിദ്ധമായ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അവർ രക്ഷാപ്രവർത്തകരെന്ന വ്യാജേന ഓടിക്കയറിയിട്ട് ചെവി അറുത്തു കൊണ്ടുപോകുന്നു, കൈവിരൽ ഛേദിച്ച് ആ മോതിരത്തിന് വേണ്ടി, കമ്മലിന് വേണ്ടി ചെവി, മൂക്കുത്തിക്ക് വേണ്ടി മൂക്കരിയുന്നു, വളക്ക് വേണ്ടി മുൻകൈ അരിഞ്ഞെടുക്കുന്നു. ഇതുപോലെയൊക്കെ പെരുമാറുന്ന ആളുകളെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം അതിനകത്ത് അംശമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല, കേട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് കേരള സർക്കാർ എല്ലാ ദുരന്തങ്ങളിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പകർപ്പാണ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ അനാവൃതമായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള CMDRFിൻ്റെയും കേന്ദ്ര മാനദണ്ഡങ്ങളുടെയും ഒക്കെ കണക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ വയനാട്ടിൽ ദുരന്ത ബാധിതരെ മാറ്റാൻ വേണ്ടി 15 കോടി രൂപ ഗതാഗതത്തിന് ചെലവായി എന്ന് പറയുന്നുണ്ട്. അത് ചെലവായി കഴിഞ്ഞ തുകയാണല്ലോ. ഇവിടെ പിന്നെ വോളണ്ടിയേഴ്സിന് ഗതാഗതത്തിന് 4 കോടി ചെലവായി എന്ന് പറയുന്നു. ദുരന്ത ബാധിതർക്ക് വസ്ത്രത്തിന് 11 കോടി ചെലവായി എന്ന് പറയുന്നു. 1100 പേരാണ് ക്യാമ്പുകളിൽ ഉള്ളതെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചാണ് അവർക്ക് പണം ചെലവാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഹെഡിലായി അത്രയും പണം ചെലവാക്കിയിട്ടുണ്ട് എന്ന് എന്തെങ്കിലും രേഖയുണ്ടോ? ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയാണ്, കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയാണ്, ഇന്ന കാര്യങ്ങളിലൊക്കെ ഇത്ര ചെലവ് വന്നിട്ടുണ്ട്. ഞാൻ ചില ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു നിവേദനം കൊടുക്കുമ്പോൾ സാധാരണയിൽ ഒരു 10 ഇരട്ടിയൊക്കെ കൂടുതലാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിലേ ഒരു 25% കിട്ടൂ എന്നുള്ളതാണ് അവസ്ഥ എന്ന്. ഇപ്പൊ നമ്മൾ പ്രളയം വന്നു, കേരളത്തിൽ പ്രളയം ഉണ്ടായി, നമ്മൾ ചോദിച്ചത് എത്ര, കിട്ടിയത് എത്ര, അതിന് കണക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എടുത്താൽ ഇത് ചെലവഴിച്ചു എന്ന് രേഖയുള്ള കണക്കല്ലല്ലോ, മറിച്ച് താങ്കൾ ഈ പറയുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇത്രയൊക്കെ ചെലവ് വന്നിരിക്കുന്നു എന്ന് അങ്ങോട്ടൊരു നിവേദനം കൊടുക്കുകയാണ്. അടിയന്തരമായി നിങ്ങൾ പണം റിലീസ് ചെയ്യൂ, ഞങ്ങൾക്ക് പണം അനുവദിക്കൂ എന്ന് ചോദിച്ചുകൊണ്ടുള്ള നിവേദനമല്ലേ. അപ്പൊ അത് പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറൊരു വശം, അത് കിട്ടാത്തത് എന്താ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുമില്ല. ഞാൻ അഭിലാഷ്, ഈ ഹൈക്കോടതി ഓർഡറിൻ്റെ സീരിയൽ നമ്പർ 6 നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊരു അടിസ്ഥാന വിശ്വാസ്യതയുള്ള ആധികാരിക രേഖയാണ് എന്നാണ് ആ ഓർഡറിൽ പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ ഈ പറയുന്നത് മാതിരി കള്ളവും പുളിവചനവും അവാസ്തവവും ഒക്കെ നിരത്തിയിട്ടാണ്, കണക്കുകൾ പെരുപ്പിച്ചിട്ടാണ് കണക്കുകൾ എവിടെയെങ്കിലും അവതരിപ്പിക്കേണ്ടത്, കോടതിയിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ എനിക്കറിയില്ല. ആദ്യമായിട്ട് ഇപ്പോൾ അഭിലാഷ് പറയുമ്പോഴാണ് അതിനങ്ങനെ ഒരു നീതീകരണമൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതായാലും അഭിലാഷ്, ഇവിടെ ഈ പറഞ്ഞ വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, വാഹനമാകട്ടെ, അവിടെ ഭൂമി ക്ലിയറൻസിനുള്ള ഹിറ്റാച്ചി, JCB അടക്കമുള്ള വലിയ വാഹനങ്ങളാകട്ടെ, ഇതൊക്കെ 80% സുമനസ്സുകൾ അങ്ങോട്ട് ദാനമായി നൽകി അവിടെ ആ റിലീഫ് വർക്ക് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ഇവിടെ പെരുപ്പിക്കുന്നത്. ഇവിടെ കൂട്ടി വായിക്കാൻ കുറേ ഉണ്ട് അഭിലാഷേ. ഇവിടെ കോവിഡ് കാലത്ത് 450 രൂപക്കും 500 രൂപക്കും ലഭിക്കുന്ന കിറ്റ് 1600 രൂപക്ക് മേടിച്ചിട്ട് ഈ നാടിനെ കട്ടുമുടിച്ച് അഴിമതിക്ക് അന്വേഷണം നേരിടുന്ന ടീച്ചർ അമ്മയാണ് ഇവർക്ക് സ്വന്തമായിട്ട് കൂട്ടിനുള്ളത്. ഇവർക്ക് പ്രളയമായാലും കോവിഡ് ആയാലും ഇതുപോലെയുള്ള ദുരന്തങ്ങളായാലും ഒക്കെ പണം മോഷ്ടിക്കാനും ആളുകളുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട്
കൂടുതൽ ഭരണത്തിൽ മുന്നോട്ട് പോകാനും വോട്ട് കിട്ടാനും ഒക്കെയുള്ള തന്ത്രമാണ് ഇവരുടേത്. ഇവരൊരു ദുരന്ത സ്പെഷ്യലിസ്റ്റുകളാണ്, ഇവർ മോഷ്ടാക്കളാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കണം, കാർക്കിച്ച് തുപ്പേണ്ടി വരുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ നമ്മെ ഊറ്റിപ്പിഴിയുന്ന ഇവരെയൊക്കെ മോഷ്ടാക്കൾ എന്ന് വിളിച്ച ശരാശരി മോഷ്ടാക്കൾ എന്ത് കരുതുമെന്ന് ഞാനിവിടെ അത്ഭുതപ്പെടുകയാണ്. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ വാദം. ഞാൻ വരാം. ശ്രീ അരുൺകുമാർ, ഇതിപ്പോ ഏത് കണക്കാണ്, പെരുപ്പിച്ച കണക്ക് കൂടുതൽ സഹായം കിട്ടാനാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എസ്റ്റിമേറ്റ് ആണ് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖയിൽ ചില ഹെഡുകളുടെ താഴെ ആക്ച്വൽസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ തർക്കത്തിലേക്കല്ല പോകുന്നത്. എസ്റ്റിമേറ്റ് ആണ് എന്നുള്ള വാദം അവിടെ ഇരിക്കാം. നമുക്ക് എസ്റ്റിമേറ്റ് ആണെന്ന് തന്നെ വിചാരിച്ച് ചർച്ച ചെയ്യാം. നോക്കൂ, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള ട്രൂപ്സിനും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ള വെള്ളത്തിനും ഭക്ഷണത്തിനുമായി ചെലവഴിച്ചത് 10 കോടി രൂപയാണ്. ഞാൻ ഈ ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേന്ന് മുതൽ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പാനലിലുള്ള പ്രഫുൽ കൃഷ്ണയെ അവിടെ ഏതാണ്ട് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. മറ്റുള്ളവരും ഉണ്ടായിരിക്കാം, ഞാൻ കണ്ട ആളിനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, അവിടെ ഈ ഭക്ഷണവും വെള്ളവും ദുരിതാശ്വാസ പ്രവർത്തകർക്കും സേനയ്ക്കും എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് അവിടെ നേരിട്ടുള്ള അനുഭവമുണ്ട്. അവിടെ വിവിധ കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ സൈനികരും വോളണ്ടിയർമാരും മാധ്യമപ്രവർത്തകരും എല്ലാം ഏറ്റവും അടുത്ത് നിന്ന് ആ ബെയിലി പാലത്തിന് തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചത് അവിടെ കടച്ചിക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവിടെ തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് നൽകുന്നതും വെച്ച് നൽകുന്നതുമായ ഭക്ഷണമായിരുന്നു. തൊട്ടപ്പുറത്ത് വേറൊരു കള്ളാർ ജുമാ മസ്ജിദിൽ വേറൊരു വലിയ ഭക്ഷണ പന്തൽ. പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന്, ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഗൂഡല്ലൂർ ആ ഭാഗത്തു നിന്ന് പോലും ആളുകൾ സന്നദ്ധ സേവകർ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന ഭക്ഷണമുണ്ട്. അങ്ങനെയാണ് ആളുകൾ അവിടെ ഭക്ഷണവും വെള്ളവും കുടിച്ചത്. അതല്ലാതെ സർക്കാർ വക സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകർ അവരുടെ സ്വന്തം വണ്ടിയിൽ ഈ പുത്തുമല വന്ന ശേഷം പുത്തുമലയിൽ നിന്ന് ചൂരൽമല വരെ നടന്ന് ആ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് മുണ്ടക്കൈയിലേക്ക് നടന്നാണ് പോയത്. അവിടെ വേറെ ട്രാൻസ്പോർട്ടേഷന്റെ അവൈലബിലിറ്റിയോ അതിനുള്ള സാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 4 കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും, ഇനി എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ, എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇത്ര വലിയ കണക്ക്, ഇത്ര പെരുപ്പിച്ച് കാണിക്കുക കണക്ക്, അതിന്റെ സാങ്കത്യം എന്താണ്? ഒരു ദുരന്തമുണ്ടായാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളുണ്ട്. ആ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ കൂടിയിട്ട് ഒരു നിധി ഈ രാജ്യത്തെ നിയമപ്രകാരമുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുണ്ട്. കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് പണം കിട്ടുന്നത്. ആ ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഒരു മെമ്മോറാണ്ടം കൊടുക്കും. അതിൽ പലതരത്തിലുള്ള എസ്റ്റിമേറ്റ്, വരാൻ സാധ്യതയുള്ള കണക്കുകൾ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തും. എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും രണ്ടാണ്. എക്സ്പെൻഡിച്ചർ ചെലവാക്കി, ഇത്ര രൂപ ചെലവാക്കി എന്ന് ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും ആരും സൂചിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവിൽ എക്സ്പെൻഡിച്ചർ എന്ന വാക്കുപോലും ഇല്ല. എല്ലായിടത്തും എസ്റ്റിമേറ്റ് ആവട്ടെ, ഇത്ര വലിയ എസ്റ്റിമേറ്റ് കൊടുക്കാനുള്ള വസ്തുത എന്താണെന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത്, അതായത് ഈ ദുരന്തമുണ്ടായി 9ാം ദിവസമാണ് കേന്ദ്ര പ്രതിനിധി സംഘം വരുന്നത്. 10ാം ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു. 14ാം ദിവസമാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എത്ര നാൾ ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം, ക്യാമ്പുകൾ എത്ര ദിവസം പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തകർ എത്ര രൂപത്തിൽ, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, പട്ടാളമുണ്ട്, അവർ എത്ര ദിവസം പ്രവർത്തിക്കേണ്ടി വരും, ഈ ഡെബ്രീസ് മാറ്റാൻ എത്ര ദിവസം വേണ്ടി വരും, അതുപോലെ എത്ര രൂപ ചെലവ് വേണ്ടി, ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു അന്തിമമായിട്ടുള്ള കണക്കുമില്ല. ഇതിലെല്ലാം എസ്റ്റിമേറ്റ് ചെലവാക്കുകയാണ്. ഇപ്പൊ 2018 പ്രളയമുണ്ടായി. ആ പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് 130 കോടി രൂപ കേന്ദ്രത്തിന് അടക്കേണ്ടി വന്നത്. അപ്പോൾ ആ പണം അവസാനം അടക്കേണ്ടി വന്നു. അന്ന് തന്ന അരി പോലും അതിന് തുക പിന്നീട് കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഒരു കണക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാകുമ്പോൾ ഭാവിയിലേക്ക് വരാൻ പോകുന്ന എസ്റ്റിമേറ്റുകൾ കൂടി, ചെലവുകൾ കൂടി വളരെ സംഭാവനയായിട്ട് കൊണ്ടുവന്നു. ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഉദാഹരിച്ച കണക്കുകൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചെലവല്ലല്ലോ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അത് ഭാവിയിൽ വരാനുള്ള ചെലവല്ല. കാരണം 17-ാം തീയതി 17/8/24 ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. അതിനോടകം തന്നെ ഈ ട്രോപ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തനം അവിടെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ പ്രക്രിയയാണ്. നോക്കൂ, അതുപോലെ തന്നെയാണ് ഈ വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ സൈനികർക്കുമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ആൻഡ് വാട്ടർ, അതിനാണ് 10 കോടി രൂപ ചെലവാക്കി. അതിനി ഭാവിയിൽ വരാൻ പോകുന്ന ചെലവല്ല, കഴിഞ്ഞ കാര്യമാണ്. ഒന്നും വേണ്ട. നോക്കൂ,
ഈ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ ആക്ച്വൽസ് അത് 12 കോടിയാണ് അരുൺകുമാർ പറയുന്നത്. എങ്ങനെയാണ് അവിടെ ഈ ഇവാക്വേഷൻ നടന്നതെന്ന്? ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ആകപ്പാടെ 2 ജീപ്പുകളാണ്. ഒരു ജീപ്പിന്റെ പേര് തത്വമസി എന്നാണ്. 2 ജീപ്പുകളാണ് അവിടെ താഴെ വരെ ചുരൽമല വരെ ഓടിയിരുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ ആളുകൾ പോയിരുന്നത്. അല്ലാതെ ഈ 12 കോടിക്ക് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറയാണ്. കിട്ടുന്ന വാഹനത്തിലൊക്കെ ഈ പറഞ്ഞ ആദ്യം പാലം ഉണ്ടായിരുന്നില്ല, തൂങ്ങിയൊക്കെ അപ്പുറം എത്തുന്ന ആളുകൾ കിട്ടുന്ന വാഹനത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് പോവാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അവിടെ ഇവരെ ഇവാക്വേറ്റ് ചെയ്യാൻ 12 കോടി രൂപ നിങ്ങൾ വാഹനത്തിന് ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഏതെങ്കിലും തരത്തിൽ ചെലവാക്കി എന്ന് കാണിക്കുന്ന ഒരു വരി താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നിവേദനത്തിലോ 6/9/2024 കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലോ സംസ്ഥാന ഗവൺമെന്റ് ചെലവാകുമെന്ന് കരുതുന്ന തുക ചെലവഴിച്ചു, ചെലവ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ചെലവാകുമെന്ന് കരുതുന്ന തുക എന്നെടുക്കുകയാണ്. എങ്ങനെയാണ് കഴിഞ്ഞുപോയി? ഇവാക്യുവേഷൻ കഴിഞ്ഞല്ലോ, അത് ആദ്യത്തെ ദിവസങ്ങളിലാണ് നടന്നത്. ഈ ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇനി സാഹചര്യമില്ലല്ലോ, അന്നത് കഴിഞ്ഞു. ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് ആകപ്പാടെ 12 കോടി, അതിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി 12 കോടി എസ്റ്റിമേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. എങ്ങനെ, എന്ത് അടിസ്ഥാനത്തിൽ? ഒറ്റ ചോദ്യം ഞാൻ പറയാം. ഇപ്പൊ 2018 പ്രളയമുണ്ടായി, 26,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പൊതുവെ വിലയിരുത്തി. നമ്മൾ കേന്ദ്രത്തിന് കൊടുത്ത നിവേദനത്തിൽ സൂചിപ്പിച്ചത് 6,000 കോടി രൂപ അടിയന്തര സഹായമായി വേണമെന്നാണ്. കേന്ദ്രം അനുവദിച്ചത് 2,904 കോടി രൂപ മാത്രമാണ്. 2019 പ്രളയ സമയത്തും നമ്മൾ ഏകദേശം 2,800 കോടി രൂപ ആവശ്യപ്പെട്ടു. ഒറ്റ രൂപ പോലും തന്നില്ല. കാരണം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ചട്ടങ്ങൾ പ്രകാരം ചില നോംസ് ഉണ്ട്. ഒരു വീട് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും 5,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നഷ്ടപ്പെട്ടാലും 1,30,30,000 രൂപ മാത്രമേ അനുവദിക്കാൻ കഴിയൂ. അതിപ്പോ 6,000 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും അതുപോലെ തന്നെ വീടിനോടനുബന്ധിച്ചുള്ള കടകളോ മറ്റു തൊഴുത്തുകളോ പോയാൽ യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരത്തിന് സോഴ്സുമില്ല. അപ്പോ നമ്മൾ കേന്ദ്രത്തിന് നിവേദനം തയ്യാറാക്കുമ്പോൾ കേന്ദ്ര സംഘം 9-ാം തീയതി ഇവിടെ സന്ദർശിച്ചു. അവരോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് വിവിധ ഹെഡുകളിലായി പണം ഉൾപ്പെടുത്തി നമുക്കുള്ള വലിയ നഷ്ടം, യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വലുതാണെങ്കിൽ പോലും ഈ കണക്കുകൾ പ്രകാരം 219 കോടി രൂപ മാത്രമേ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നമുക്ക് നോംസ് പ്രകാരം കിട്ടൂ. പക്ഷേ അത് നമ്മൾ 219 കോടി എന്ന രൂപത്തിൽ തയ്യാറാക്കി കൊടുത്താൽ പോലും അതിന്റെ പകുതി പോലും തുക കിട്ടില്ല എന്ന് അറിയാം. എന്നിരുന്നാലും 1,555 വീടുകൾ നഷ്ടപ്പെട്ടു. 1,555 വീടുകൾക്കും കിട്ടാവുന്നത് പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടിന് 1,30,000 രൂപ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ, കൃത്യമായി പറഞ്ഞാൽ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാകുന്ന തുക കൂടി ഉൾപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഇത് കേന്ദ്രം തരുന്ന സാഹചര്യമല്ലല്ലോ. ഇപ്പൊ നിശ്ചിതമായി വിമർശിക്കുന്ന BJPയുടെ പ്രതിനിധികൾ അടക്കം ഇതിലുണ്ട്. പക്ഷെ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയിട്ട് 1 മാസത്തിലധികമായി, 1 മാസവും 6 ദിവസമായി, ഒരു നയാ പൈസ കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഇതുവരെ. ഒറ്റ മിനിറ്റ്, ഈ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, 40 കോടി രൂപ അന്ന് തന്നെ അനുവദിച്ചു. ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, 2,500 കോടി രൂപ അനുവദിച്ചു. എന്തേ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പോയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നയാ പൈസ അനുവദിക്കാത്തത്? ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം 350 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നു. നല്ല രൂപത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിജീവനം നല്ല രൂപത്തിൽ പോകുന്നു. ഒരു പരാതി പോലും ഇതുവരെ ഇല്ല. അപ്പോൾ നമ്മൾ കൊടുത്ത നിവേദനത്തിൽ എസ്റ്റിമേറ്റ് വലുതാണ്. ആ എസ്റ്റിമേറ്റ് വലുതായതുകൊണ്ടാണ് ഒന്നും തരാത്തത് എന്നൊരു എക്സ്പ്ലനേഷൻ ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് 6-ാം തീയതി വന്നതാ ഹൈക്കോടതിയുടെ വിധി. എന്തിയെ 10 ദിവസം ഇത് ചർച്ച ചെയ്യാത്തത്? അപ്പൊ ആരൊക്കെയോ പൊക്കിയെടുത്ത് കൃത്യമായി 11-ാം ദിവസം ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യുന്നത് ഈ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രം തന്നെയാണ്. ശരി, ഓക്കെ. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഇത് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു നിവേദനമാണ്. അത് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. മെമ്മോറാണ്ടമാണ്. ആ മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ AG കൊടുത്തിട്ടുള്ളത്. അത് ഉത്തരവിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊരു മെമ്മോറാണ്ടമാണ്, നിവേദനമാണ്. ആ മെമ്മോറാണ്ടത്തിൽ കൃത്യമായി അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ SDRF നോംസ് എന്ന് പറഞ്ഞതിന് താഴെയാണ് ഈ കണക്കുകൾ ഉള്ളത്. ഇപ്പൊ കേന്ദ്രത്തോട് ഇന്ന ഹെഡുകളിലായി ഇത്ര ചെലവായിരിക്കുന്നു, ഞങ്ങൾക്ക് പണം വേണം എന്നാവശ്യപ്പെടുകയാണ്. കാലങ്ങളായി ചോദിച്ചതിന്റെ 4/1 പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് BJP ഭരിക്കുമ്പോൾ മാത്രമല്ല, അതിന് മുമ്പും ചോദിക്കും. പക്ഷെ ചോദിക്കുന്നതിൽ ഒരു ചെറിയ തുക ആയിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചതിന് ആനുപാതികമായ തുക ആയിരിക്കില്ല കിട്ടുക. എന്തായാലും ചോദിക്കാനുള്ളത് ചോദിച്ചു. പക്ഷെ ഇവിടുത്തെ മൗലികമായ പ്രശ്നം ഇതിന്റെ ഒരു ചെറിയ പോർഷൻ പോലും, 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ വയനാട്ടിൽ കണ്ട പ്രളയത്തിന് ശേഷമാണ് തെലങ്കാനയിൽ പ്രളയം ഉണ്ടായത്. അവിടെ സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിട്ടില്ല. അഭിലാഷ് ആ ദുരന്തമുഖത്ത്, അഭിലാഷും ഞാനുമെല്ലാം ആ ദുരന്തമുഖത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അനുഭവിച്ചവരാണ്.
അതുകൊണ്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അഭിലാഷിന് നല്ല ബോധ്യമുണ്ട് എന്നുള്ള എനിക്കറിയാം. ഞാൻ കൃത്യമായിട്ട് കേന്ദ്ര കണക്കുകളിലേക്കൊക്കെ വരാം അഭിലാഷ്. അവിടെ ദുരന്തമുണ്ടായി നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയുണ്ടായിരുന്നു. അവിടെ അങ്ങ് മേലെ പുഞ്ചിരിമട്ടത്തും മറ്റും ചില വീടുകൾ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത. ആ കള്ളന്മാരെക്കാൾ വലിയ കൊള്ളയാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കള്ളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പെരും കള്ളന്മാരായിട്ട് ഇവിടുത്തെ സർക്കാർ മാറിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ 14-ാം തീയതിയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത്. അരുൺകുമാർ തീരട്ടെ നിർത്ത അരുണേ, നിങ്ങൾക്ക് പറയാലോ. ഞാൻ പറയട്ടെ ഒരു നാണമില്ലാതെ കള്ള കണക്ക് കൊടുത്തിട്ട് എന്ത് കണക്കിന്റെ പോലെ അരുണേ പൈസ തരേണ്ടത്? ഞാൻ എന്നെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനുവദിക്കുക. 14-ാം തീയതി 30-ന് ദുരന്തമുണ്ടാകുന്നു. 14-ാം തീയതി അരുണെ എന്നെ പ്രകോപിപ്പിച്ചിട്ട് ഈ ചർച്ച നിങ്ങൾ വഴിതിരിച്ചു വിടാമെന്ന് അരുണിന്റെ ആ വ്യാമോഹം അത് 4 മടക്കി പോക്കറ്റിലിട്ടാൽ മതി. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അരുണേ, എനിക്ക് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇവിടെ 14-ാം തീയതിയാണ് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത്. അവിടെ കോടതിയിൽ കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 17-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം, ശവസംസ്കാരമൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ സേവാഭാരതി 64 ശവശരീരങ്ങൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ദഹിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 കർണാടകയിലേക്കാണ് ഞങ്ങൾ അയച്ചത്. ഒന്ന് വീട്ടിൽ തന്നെ സംസ്കരിച്ചു. അവിടെ നെടുമ്പാറ ക്ഷേത്രത്തിൽ 3 ബോഡി സംസ്കരിച്ചിട്ടുണ്ട്. അവിടുത്തെ മഹല്ല് 49 ബോഡി സംസ്കരിച്ചിട്ടുണ്ട്. അവിടെ മറ്റു മഹല്ലുകളെല്ലാം കൂടെ, മേപ്പാടി മഹലാണ് 49 ദഹിപ്പിച്ചത്. മറ്റു മഹല്ലുകളെല്ലാം കൂടെ 17 ബോഡി ദഹിപ്പിച്ചിട്ടുണ്ട്. CSI ചർച്ച് 9 ശവശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. 147 ഭൗതിക ശരീരങ്ങൾ ഇത്തരത്തിലാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ആകെ 212 ശരീരങ്ങളാണ് സർക്കാർ സംവിധാനത്തിൽ ദഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ 2,72,00,000 എന്നൊക്കെ പറയുമ്പോൾ ഒരു ശവശരീരം സംസ്കരിക്കാൻ ഏകദേശം 1,30,30,000 ചില്ലാൻ രൂപ. നാണമുണ്ടോ ഇങ്ങനത്തെ ഒരു കണക്ക് കൊടുക്കാൻ? ഈ കണക്ക് വേണ്ടിയിട്ടാണോ കേന്ദ്ര സർക്കാർ പണം തരേണ്ടത്? ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ നോക്ക്, അവിടെ ഉപയോഗിച്ച JCBകളുടെ കണക്ക് എത്ര വലിയ പൊട്ടക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 15 കോടി. അഭിലാഷ് നിങ്ങൾ അന്വേഷിക്കണം. JCB അതിൻ്റെ ഓണേഴ്സിൻ്റെ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. 100-ലധികം ഇറ്റാച്ചികൾ JCBകൾ അവിടെ സൗജന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ജീവനക്കാർക്ക്, അതിൻ്റെ തൊഴിലാളികൾക്ക് ശമ്പളം പോലും അവർ വാങ്ങിച്ചിട്ടില്ല. സർക്കാരിനോട് നയാ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. അവരവിടെ സൗജന്യമായിട്ടാണ് കൊടുത്തത്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഡീസൽ അത് സർക്കാർ ചെലവിൽ അടിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഭക്ഷണം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ വകയിൽ എന്താ വെള്ളം, ട്രാൻസ്പോർട്ട്, വളണ്ടിയർമാർക്ക് 4 കോടി രൂപ. അഭിലാഷേ, ഞാൻ എല്ലാ ദിവസവും നടന്നിട്ട് പുത്തുമലയിൽ ഇറങ്ങി വണ്ടി, ഞങ്ങളുടെ ലോറിയും വാഹനങ്ങളും അവിടെ സൈഡാക്കി നടന്നിട്ട് ഞങ്ങളെല്ലാവരും സന്നദ്ധ പ്രവർത്തകർ നടന്നിട്ടാ പോയത്. DYFIക്കാരും നടന്നിട്ടാ പോയത്, യൂത്ത് കോൺഗ്രസ്സുകാരും നടന്നിട്ടാ പോയത്, യുവമോർച്ചക്കാരും നടന്നിട്ടാ പോയത്. അതിനാണ് നിങ്ങൾ 4 കോടി രൂപ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പണം ചെലവഴിച്ചത്? ഭക്ഷണത്തിനും വെള്ളത്തിനും കൂടി 10 കോടി രൂപ അവിടെ കൊടുത്തതാരാ? സേവാഭാരതി കൊടുത്തിട്ടുണ്ട്, ലീഗുകാർ കൊടുത്തിട്ടുണ്ട്, മറ്റു പലരും കൊടുത്തിട്ടുണ്ട്. സർക്കാർ എപ്പോഴാണ് ഫുഡ് കൊടുത്തത്? അത് തന്നെ ആവശ്യത്തിന് ഫുഡ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചോ? അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഫുഡ്, ലീഗുകാർ കൊണ്ടുവരുന്ന ഫുഡ് യുവമോർച്ച കഴിച്ചിട്ടുണ്ട്, യുവമോർച്ചയും സേവാഭാരതിയും കൊടുത്ത ഫുഡ് ലീഗുകാർ കഴിച്ചിട്ടുണ്ട്, DYFIക്കാർ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സാലും ആ ദുരന്ത മുഖത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ പ്രവർത്തിച്ചത്. എന്നിട്ടോ അതിൻ്റെ പേരിൽ കള്ള കണക്കുകൾ ഉണ്ടാക്കുക. ഒരു നാണവുമില്ല. ഇതിലും വലുത് എന്താ? കക്കാൻ ഇറങ്ങുന്നതാണ് സർക്കാർ. പിണറായി വിജയനും കൂട്ടർക്കും കക്കാൻ ഇറങ്ങുന്നതാണ്. ഇതിലും നല്ലത് അരുൺകുമാറെ. എന്നിട്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല. ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാസങ്ങൾ കഴിയും കേന്ദ്ര പ്രതിനിധികൾ വന്നിട്ട് കണക്കെടുക്കാൻ. അവിടെ എത്രാമത്തെ ദിവസം പ്രധാനമന്ത്രി വന്നു, എത്രാമത്തെ ദിവസം കേന്ദ്ര പ്രതിനിധികൾ വന്നു? നിങ്ങൾക്കറിയാലോ, കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശ്രീ പ്രഫുൽ
ശ്രീ പ്രഭു ഇവിടെ പറഞ്ഞതുപോലെ ശവസംസ്കാരത്തിന് ഈ പറഞ്ഞ വാഹനത്തിന്റെ ചെലവ്, അതല്ലെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ഭക്ഷണത്തിന്റെ, വെള്ളത്തിന്റെ, വാഹനത്തിന്റെ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊന്നും യഥാർത്ഥത്തിൽ ചെലവഴിച്ചിട്ടുള്ള തുകയല്ല, അല്ലെങ്കിൽ അങ്ങനെ തുക ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മാനദണ്ഡം അനുസരിച്ച്, SDRF മാനദണ്ഡം അനുസരിച്ച് കൃത്യമായും ഫണ്ട് കിട്ടേണ്ട വിഷയങ്ങളുണ്ടല്ലോ. 626 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ട്, അതിന് 47 കോടി കിട്ടണം. 226 പശുവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പശുവിന് 37,500 രൂപയാണ്, ഒരു ആടിന് 4,000 രൂപ കോമ്പൻസേഷൻ SDRF ആക്ട്, DM ആക്ട് അനുസരിച്ച്. 165 ആട് പോയിട്ടുണ്ട്. വീടിന്റെ കാര്യം പറഞ്ഞു, 1,30,000. ഇങ്ങനെ ഇനിയിപ്പോ ഈ പറഞ്ഞ ഇതൊക്കെ വെട്ടു, അതായത് വെള്ളം, ട്രാൻസ്പോർട്ടേഷൻ, ദുരിതാശ്വാസത്തിന്റെ ചെലവ്, ഇതെല്ലാം വെട്ടിക്കളഞ്ഞാലും മാൻഡേറ്ററി ആയിട്ട് കേന്ദ്രം തരേണ്ട തുകയുണ്ടല്ലോ, അതുപോലും കിട്ടിയിട്ടില്ലല്ലോ ശ്രീ പ്രഫുൽ. അഭിലാഷേ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കൃത്യമായി സമർപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അന്ന് തന്നെ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി കേന്ദ്ര സഹായം വൈകുന്നു എന്നുള്ള ഒരു ആരോപണം ഇതുവരെ മുഖ്യമന്ത്രി പോലും ഉന്നയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അതിന് മറുപടി പറയാത്തത്, നിങ്ങൾ അരുൺകുമാറെ, നിങ്ങൾ പോയി ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്. കേന്ദ്രത്തിന് മുന്നിൽ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സഹായം നിങ്ങൾക്ക് തടസ്സമാകില്ല. ഒരു പണം പോലും കിട്ടില്ല, ഒരു പണം പോലും നിങ്ങൾക്ക് തരാതിരിക്കില്ല. സാമ്പത്തികം നിങ്ങൾ നോക്കണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്തിനാ നിങ്ങൾക്ക് അവിശ്വാസം? നിങ്ങൾ കൃത്യമായ കണക്കുകളുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ആരെയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? അരുൺകുമാറെ, ഇത് കേന്ദ്ര സർക്കാരിന്റെ പണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളും ഞാനും നികുതി പണം തന്നെയാ, അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ വേറൊരു പൈസ, കേന്ദ്രത്തിന്റെ വേറൊരു പൈസ എന്നൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെയൊക്കെ പൈസ തന്നെയാ. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പ്രചരിപ്പിച്ച് ഇങ്ങനെ പണം തട്ടാൻ വേണ്ടി നോക്കുന്നത്? വരാം ഷാരോൺ, ഒറ്റ സെക്കൻഡ്. എനിക്കൊരു ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം എനിക്ക് ശ്രീ MK ഹരിദാസിലേക്ക് പോകണം. അദ്ദേഹത്തിൽ പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ ഇടവേള ചർച്ചയിലേക്ക് പോകണം. ശ്രീ MK ഹരിദാസ്, വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടാവുന്നു. ആ ദുരന്തത്തിൽ കേന്ദ്ര സഹായം കേരളം ആവശ്യപ്പെടുന്നു. അതിനായി ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നു. ആ മെമ്മോറാണ്ടത്തിൽ കുറേ അധികം കണക്കുകൾ പറയുന്നുണ്ട്. അത് സാധാരണ നിലയിൽ സംഭവിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ചിലവായിട്ടുള്ളതോ ചിലവാകാൻ ഇടയുള്ളതോ ആയ തുകയല്ല, കൂടിയ തുകയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇങ്ങോട്ട് ഇതുവരെ ഒരു പണം പോലും കിട്ടിയിട്ടില്ല. മാനദണ്ഡം അനുസരിച്ച് കിട്ടാനുള്ള പണമുണ്ട്, വീടുകൾക്കും ആൾനാശത്തിനും വസ്തുക്കളുടെ നാശത്തിനും ഈ മൃഗങ്ങളുടെ നാശത്തിനും ഒക്കെ. ഇതിനപ്പുറത്ത് ഈ പണമെല്ലാം കിട്ടുകയും ഈ പണം ഇങ്ങനെ ഒരു ഹെഡിൽ ഇങ്ങനെ തന്നെ ചെലവഴിക്കപ്പെടുമെന്ന് കണക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. ഇന്ന് വരെ നമ്മൾ കഴിഞ്ഞ പ്രളയത്തിന്റെ ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ പ്രളയത്തിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ആവശ്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. പക്ഷെ അതനുസരിച്ച് അതിന്റെ 4-1 അതല്ലെങ്കിൽ 10-1 പോലും സഹായം കിട്ടിയിട്ടില്ല. ഇതൊക്കെ സർക്കാരിന്റെ വിവേചനാധികാരത്തിന്റെ മുകളിൽ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ അഭിലാഷ, ഈ 75,000 രൂപ ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവെടുക്കാൻ മാത്രമുള്ള, നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം അധപ്പതിച്ചൊരു മാനസികാവസ്ഥയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്തി എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്ന ചെലവല്ലല്ലോ, അത് ചെലവ് ചെയ്തിട്ടുള്ളതാണ് 75,000 രൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ 1200 വീടുകൾ നഷ്ടപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ എഴുതി വെച്ച കണക്ക് പ്രകാരം ഏകദേശം 700 വീടുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ മതസംഘടനകൾ ഇവരൊക്കെ അവിടെ നൽകാമെന്ന് പറയുന്നു. അപ്പൊ ബാക്കിയുള്ള വീടുകൾ ഇവർക്ക് വെച്ച് നൽകേണ്ടതുള്ളൂ. മാത്രവുമല്ല സർക്കാർ വെച്ച് നൽകാവുന്നതിൽ നല്ല വീടുകളാണ് അവിടേക്ക് വരുന്നത്. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പണം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടുത്തെ പരമോന്നത നീതിപീഠത്തിലൂടെ ഇത്തരത്തിലൊരു കള്ളക്കണക്ക് ഇവർ സമർപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇവിടെ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് എന്താ? എവിടെയെങ്കിലും ഇത് ചിലവാക്കിയ പണമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഇത് ചെലവാക്കപ്പെടേണ്ട പണമാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? ഇനിയും ഭാവിയിൽ ചെലവാക്കാൻ ഒക്കെ കൂടിയിട്ടുള്ള കണക്കാണെന്ന് നിങ്ങൾ അഫിഡവിറ്റിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ അമിക്കസ് ക്യൂറിക്ക് സമർപ്പിച്ചിട്ടുള്ള അതിൽ എഴുതിയിട്ടുണ്ട്? അതില്ലാത്തടത്തോളം കാലവും ഇവിടെ ഈ 75,000 രൂപ 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു കുഴി വിലയ്ക്ക് വാങ്ങിയിട്ട് ശവസംസ്കാരം നടത്തിയാൽ പോലും ഏകദേശം വയനാട്ടിൽ ആ പ്രദേശത്തെ വില അനുസരിച്ചിട്ട് 30,000 രൂപ വരെ നിങ്ങൾക്ക് ഇടാമായിരുന്നു. 75,000 രൂപ ഇട്ടതും 4.25 കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ഇട്ടിട്ടുള്ളതും നിങ്ങൾ കള്ളക്കണക്ക് എഴുതിയിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ അരുൺ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുകയല്ല. ഓരോ ദുരന്തങ്ങളും കൃത്യമായിട്ടുള്ള സാമ്പത്തിക ചാകരയാക്കിയിട്ടുള്ള അവസരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടാടിയിട്ടുണ്ട്. ഓഖി ദുരന്തത്തിന്റെ കണക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. പക്ഷെ അതിപ്പോ ഞാൻ ഗുരുവായൂർ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എന്റെ കയ്യിലില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള രണ്ട് കണക്കുകളുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള 2 ആനകളെ നാട് കടത്തി നമ്മൾ
മൂന്നാറില്. ഒന്ന് ചക്കരക്കൊമ്പന അല്ലെങ്കിൽ അരിക്കൊമ്പന, അങ്ങനെ എന്തോ രണ്ട് ആനകളുടെ പേര് പിന്നെ നാവിൽ വരുന്നില്ല. അതിന് 28 ലക്ഷം രൂപയാണ് 2 ആനകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എന്റെ കണക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 28 ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 188 കിലോമീറ്റർ ഈ ഒരു ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 5.25 ലക്ഷം രൂപ ലോറിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ ചെറിയൊരു വ്യാപാരിയാണ്. എനിക്ക് പൂനെയിൽ നിന്നാണ് ചരക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 ലോറി വരും. ഞങ്ങൾ ഒരു ലോറി വരുന്നതിന് 52,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ദുരന്തത്തിനെ ജനോപകാരപ്രദമായി ചെയ്യേണ്ട കാര്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി. അടുത്തത് ബ്രഹ്മപുരത്ത് 8 ദിവസത്തെ തീ കെടുത്താനുള്ള ചെലവ് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് 23 ലക്ഷം രൂപയാണ് ബ്രഹ്മപുരത്ത്. അതിലും പറഞ്ഞിരിക്കുന്നത് JCB അതുമാതിരിയുള്ള യന്ത്രവൽകൃത ഉപകരണങ്ങളുടെ ചെലവ് ഇതുവരെയ്ക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. പിന്നീട് ഞാൻ വീണ്ടും വിവരാവകാശ അപേക്ഷ അർപ്പിച്ചപ്പോൾ പറഞ്ഞു അത് അവിടെ ഓഫീസിൽ വന്ന് കമ്പ്യൂട്ടറിൽ നിന്നും താങ്കൾക്ക് സംഘടിപ്പിക്കാമെന്ന്. പക്ഷെ കിട്ടിയ വിവരത്തിൽ എന്താ അറിയോ, 11,50,000 രൂപയുടെ കുപ്പിവെള്ളം അവിടെ മേടിച്ചിട്ടുണ്ട്, 16 ലക്ഷം രൂപയ്ക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്, 9 ലക്ഷം രൂപയ്ക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബില്ലുകൾ ചോദിച്ചപ്പോൾ പറയണത് ഇതിന്റെ ഒന്നും ബില്ലില്ല, ഇതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ ശ്രീ നൗഷാദ് അലി പറഞ്ഞത് തന്നെയാണ്. PPE കിറ്റ് 550 രൂപയ്ക്ക് വാങ്ങാവുന്ന PPE കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങിയ പ്രശ്നം വന്നപ്പോൾ അവസാനം ശൈലജ ടീച്ചർക്ക് പറയേണ്ടി വന്നു. എന്തെന്ന്? അത് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് അത് 550 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് വാങ്ങിയത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നിൽ ചെലുത്തിയ പ്രഷർ കൊണ്ട് ഞാൻ വാങ്ങി. അപ്പൊ ഇവരുടെ കഴിഞ്ഞ കാലത്തെ കയ്യിരിപ്പ് വെച്ചിട്ട് അഭിലാഷെ ഇത്തരത്തിലൊരു കണക്ക് കൊടുത്തുകൊണ്ട് ഇവർ കേന്ദ്രത്തെ പറ്റിക്കാനായാലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാലും ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അസംബന്ധം നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ഇവർക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ മൃതശരീരത്തിന്റെ അത് കാരണം മൃതശരീരം ആദരിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. അതിന്റെ പേരിൽ പോലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതും പരമോന്നത നീതിപീഠത്തിൽ ഇത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി, 1-2 കാര്യങ്ങൾ ഷാരൺ കുമാർ. ഒന്ന്, ഇപ്പോ കേന്ദ്രത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. ഓക്കെ, ആ മെമ്മോറാണ്ടം എന്തിനാണ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്? അവിടെ കൃത്യമായ വസ്തുത എന്താണെന്ന് ബോധിപ്പിച്ചാൽ മതിയല്ലോ, ഒന്നാമത്തെ കാര്യം. 2, ഇപ്പൊ മൃതശരീരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, 395 മൃതശരീരത്തിന്റെ കണക്കാണുള്ളത്. 2,76,75,000 ചെലവായി കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൗലികമായി കാണേണ്ട ഒരു കാര്യം, മൃതദേഹങ്ങളെല്ലാം ഈ സർക്കാർ സംവിധാനം വഴിയല്ല മറവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രഫുൽ അതിന് കണക്ക് പറയുകയുണ്ടായി. വളരെ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമേ, അതായത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ആ തരത്തിലുള്ള മൃതദേഹങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ആംബുലൻസും പിന്നെ വളരെ ചെറിയൊരു തുകയും മാത്രമാണ് ആ ഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾക്ക് അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വേറെ വലിയ തുകയൊന്നും സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മൃതദേഹം ഖബറടക്കുന്നതിനോ മൃതദേഹം സംസ്കരിക്കുന്നതിനോ അടക്കം ഇപ്പൊ പറയുന്നതിന്റെ 1/5 പോലും തുക ചെലവായിട്ടില്ല. ബാക്കി ഇവിടെ സൂചിപ്പിച്ച ഭക്ഷണം, വെള്ളം, ട്രാൻസ്പോർട്ടേഷൻ, ഈ ഹെഡുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കണക്കിൽ ഒരു വസ്തുതയുമില്ല. അതിന് എസ്റ്റിമേറ്റ് ആയാലും അല്ലെങ്കിലും ഒരു വസ്തുതയില്ല എന്ന് വ്യക്തമായിരിക്കെ കോടതിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് കൊടുത്തത് എന്നുള്ളതിന് നിങ്ങൾ സമാധാനം പറയണ്ടേ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ ആദ്യം നിങ്ങളോട് 1 മിനിറ്റ് ചോദിച്ചത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. അന്നേരം അനുവദിച്ചില്ല. കാരണം താങ്കൾ BJP പ്രതിനിധിയോട് ചോദിച്ചത് ഈ ദുരന്തം നടന്ന് 2 മാസമായിട്ടും പ്രധാനമന്ത്രി വന്ന് നേരിട്ട് ഈ സംഭവ വികാസങ്ങളെല്ലാം കണ്ട് ദുരന്ത മേഖലയും ദുരിതാശ്വാസ ക്യാമ്പും ഒക്കെ കണ്ട് കുട്ടികളെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് പോയിട്ട് 35 ദിവസമായി. എന്നിട്ട് എന്തിയെ കേരളത്തിന് വേണ്ടി ഒന്നും കൊടുക്കാത്തെന്ന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. വളരെ വിശാലമായി വിപുലമായി അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷെ അതിന് മാത്രം ഉത്തരം പറഞ്ഞില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ടുള്ള ഈ മെമ്മോറാണ്ടം കിട്ടിയില്ല, റെപ്രസെന്റേഷൻ കിട്ടിയില്ല. ഇവിടെ ദുരന്തമുണ്ടായതിനു ശേഷമാണ് ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി 12 പേർ മരിച്ച അന്ന് തന്നെ 40 കോടി രൂപ ത്രിപുരയ്ക്ക് അനുവദിച്ചു. എന്ത് നിവേദനം കിട്ടിയിട്ടാ, എന്ത് കണക്ക് കിട്ടിയിട്ടാ, എന്ത് ബില്ല് കിട്ടിയിട്ടാ ത്രിപുരയ്ക്ക് കൊടുത്തേ? ത്രിപുരയ്ക്ക് കൊടുക്കണം, ഞങ്ങൾ കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ കേരളത്തിലുള്ളതും ജനങ്ങളാണെന്ന് ബോധ്യപ്പെടണമല്ലോ, ജനങ്ങളാണെന്ന് മനസ്സിലാക്കണമല്ലോ. അല്ല നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഈ ശബ്ദം ഒച്ചപ്പാടുണ്ടാക്കി ജനങ്ങൾ ഇത് കേൾക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അതായത് ആ പ്രളയമുണ്ടായി അന്ന് തന്നെ ഒറ്റ മിനിറ്റ് അല്ല ഞാൻ പറയട്ടെ, പ്രളയമുണ്ടായി ഇത് കേൾക്കാനുള്ള മനസ്സ് കാണിക്ക്. അതായത് അല്ല നിങ്ങൾ കേക്ക്, ഈ ത്രിപുര
ത്രിപുര എന്ത് കണക്ക് തന്നിട്ടാണ് നിങ്ങൾ അന്ന് ദിവസം പ്രളയമുണ്ടായ അന്ന് തന്നെ എന്ത് കണക്ക് കിട്ടിയിട്ടാണ് നിങ്ങൾ അവിടെ 40 കോടി രൂപ കൊടുത്തത്? ആന്ധ്രയിലും തെലങ്കാനയിലും പ്രളയമുണ്ടായ അന്ന് മുഖ്യമന്ത്രി ഇതുവരെ ആരോപണം പറഞ്ഞിട്ടില്ല. 3448 കോടി രൂപയാണ് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്തത്. അവിടെ ഒരു കണക്കുണ്ടായിരുന്നില്ല. അതായത് ഇത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് തന്നെ ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അത് അലോട്ട് ചെയ്യും. കണക്കും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എന്തുകൊണ്ട് കേരളത്തോട് മാത്രം ഈ അവഗണന കാണിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ BJP പ്രതിനിധിയോട് ചോദിച്ചു, കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു, മിസ്റ്റർ ഹരിദാസിനോട് ചോദിച്ചു. ഇവരാരും ഇത് അഡ്രസ് ചെയ്യുന്നില്ല. കാരണം ഒരു മാധ്യമങ്ങളും ഈ വിഷയം കേന്ദ്രമന്ത്രിമാരോടോ MP-മാരോടോ ചോദിക്കുന്നില്ല. കാരണം സുരേഷ് ഗോപിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് വേറൊരു വിഷയമാണ്. കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ എന്റെ മൗലികമായ ചോദ്യം ശ്രീ അരുൺകുമാർ, ശരി ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്തിനാണ് പെരുപ്പിച്ച ഒരു കണക്ക് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഒരു സെക്കൻഡ് ശരൺകുമാർ, ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് അദ്ദേഹമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയെ നയിക്കുന്നത്. ഞാൻ ശേഖറിന്റെ ഒരു വിശദീകരണം ഒന്ന് എടുത്തതിന് ശേഷം എന്താണ് എന്ന് മനസ്സിലാവുന്നു. ശേഖർ കുര്യാക്കോസ്, ഇതിപ്പോ കേരളം നൽകിയിരിക്കുന്ന മെമ്മോറാണ്ടം സംബന്ധിച്ച് വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. അത് എസ്റ്റിമേറ്റ് ആണോ ആക്ച്വൽ ആണോ എന്നുള്ള തർക്കത്തിന് അപ്പുറത്ത്, ഇനി എസ്റ്റിമേറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ഇതുപോലെയുള്ള ചെലവുകൾ ഇത്ര അധികമായി കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണല്ലോ. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് 4 കോടി രൂപ, ഫുഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 10 കോടി രൂപ, അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽ 15 കോടി രൂപ, വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ 12 കോടി രൂപ. ഇത്ര വലിയ തുക എന്തുകൊണ്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നാമതായി ഇത് മെമ്മോറാണ്ടമാണ് എന്ന് പറഞ്ഞതും ഇത് നിവേദനമാണ് എന്ന് പറഞ്ഞതിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ തോന്നിയതിലും നന്ദി രേഖപ്പെടുത്തുന്നു. അവിടെ നമ്മൾക്ക് ആരംഭിക്കാം. ഒന്ന്, മെമ്മോറാണ്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? എന്തിനാണ് ഇമ്മീഡിയറ്റ് റിലീഫ് അസിസ്റ്റൻസിന്റെ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്? എന്താണ് അതിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കലിന് ശേഷമാണ് ഈ ചർച്ച ആരംഭിക്കേണ്ടത്. ആ മനസ്സിലാക്കലുകൾ ഇല്ലാതെയുള്ള ചർച്ച ഇന്ന് രാവിലെ ആരംഭിച്ചതിലാണ് പിഴച്ചുപോയത്. ആദ്യത്തെ ചർച്ച വന്നത് കോടതിയിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ചെലവിന്റെ കണക്കുകൾ കൊടുത്തു. തെറ്റിദ്ധാരണാജനകമാണ്. കോടതി ഉത്തരവിലോ കോടതിക്ക് കൊടുത്ത ഒരു രേഖയിലോ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത ഒരു രേഖയിലോ ഇത് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടില്ല. മെമ്മോറാണ്ടം വർഷങ്ങളായി കൊടുക്കുന്ന അതേ പ്രൊസീജിയറിലാണ് ഇപ്പോഴും മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ഒളിച്ചു വെക്കാനുള്ളതല്ല, പബ്ലിക് ഡൊമൈനിൽ വരുന്നതുമാണ്. ഞങ്ങളുടെ എല്ലാ മെമ്മോറാണ്ടങ്ങളും 12 മുതലുള്ളത് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അല്ല, ഞാൻ നേരത്തെ വായിച്ച ഹെഡുകളിലൊക്കെ ബ്രാക്കറ്റിൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ സംസാരിച്ചു തീർന്നില്ലല്ലോ. താങ്കൾ മറ്റു തർക്കങ്ങളൊക്കെ പിന്നീട് നടത്തിക്കൊള്ളൂ. ഫാക്ച്വലായ ഒരു പ്രൊഫഷണലിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രൊഫഷണലായി കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. പറയാനും താല്പര്യമില്ല. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, ഈ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള ചർച്ചകളാണ് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നതിന് മുൻപ് 9-ാം തീയതി 10-ാം തീയതി പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് തലേ ദിവസം കേന്ദ്രത്തിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നുള്ള സംഘം ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ഹെഡുകളിലാണ് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഹെഡുകളിലാണ് നമ്മൾക്ക് പരിമിതികൾ ഉള്ളത്, ഇവ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ജൈവികമായ പ്രക്രിയയാണ് മെമ്മോറാണ്ടം കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ബില്ല് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആ ബില്ലിങ്ങോട് പേ ചെയ്യൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ബില്ലിങ്ങോട് തന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പേ ചെയ്യൂ, ഇങ്ങനെയൊന്നും അല്ല ഈ മെമ്മോറാണ്ടം നടക്കുന്നത്. ഈ മെമ്മോറാണ്ടത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ജൈവികമായ പ്രക്രിയയാണ്. അവിടെ ഒരു മെമ്മോറാണ്ടത്തിൽ ഒരു പ്രൊജക്റ്റഡ് ഫിഗർ പറഞ്ഞാൽ അത് ഫീൽഡിൽ അത്രയും ചെലവ് വരുമോ, മറ്റു കാര്യങ്ങൾക്ക് എന്ത് ചെലവ് വരും, ഇത് ബാലൻസ് ചെയ്യാനാണ് കേന്ദ്രത്തിൽ നിന്നൊരു സംഘം വന്നത്. ആ സംഘം ഫീൽഡിൽ പോയിട്ടുണ്ട്. ആ സംഘത്തിന് അതിൻ്റെതായ മനസ്സിലാക്കലുണ്ട്. ആ മനസ്സിലാക്കലിന്റെ വെളിച്ചത്തിൽ അവർ കേന്ദ്ര സർക്കാരിന് ഒരു ശുപാർശ നൽകും. ആ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആത്യന്തികമായി എത്ര തുകയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് തരിക എന്ന് തീരുമാനിക്കുന്നത്. ഈ നിധികളൊന്നും
ഏതെങ്കിലും സർക്കാരിന്റെ, കേരള സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ മാത്രം ചട്ടങ്ങളിലുള്ളതല്ല. ഇത് നിയമത്തിലുള്ള നിധികളാണ്. ആ നിധികളെ നിയന്ത്രിക്കുന്നതിന് സ്റ്റാറ്റ്യൂട്ടറിയായ അധികാരമുള്ള ചില സമിതികളുണ്ട്. അതെല്ലാം ആ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ ഓഡിറ്റ്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ ഓഡിറ്റ് എല്ലാം AG ആണ് കാലങ്ങളായി നടത്തുന്നത്. അപ്പോ ഈ പ്രക്രിയകൾ വ്യവസ്ഥാപിതമാണ്. 2001 മുതൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങളാണ് CRF നോംസ് മുതൽ ഇങ്ങോട്ട് നടന്നു വരുന്നത്. മെമ്മറാണ്ടം കൊടുക്കുന്നതിന്റെ പ്രക്രിയ ഇമീഡിയറ്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് വരുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ചെലവുകൾ, ഇപ്പൊ താങ്കൾ നേരത്തെ ചർച്ചയിൽ സംസാരിക്കുന്നതായി ഞാൻ കേട്ടു, വോളണ്ടിയർമാർ വന്ന് കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തു. ശരിയാണ്, സംസ്ഥാന സർക്കാർ ചില പരിശീലിപ്പിച്ച സിവിൽ ഡിഫൻസുകാരുണ്ട്, 200 ആപദാമിത്ര വോളണ്ടിയർമാരുണ്ട്, കേന്ദ്രവും സംസ്ഥാനവും കൂടി പരിശീലിപ്പിച്ച് സർട്ടിഫൈ ചെയ്തവർ. ഈ 400 പേർ വയനാട്ടിൽ തന്നെയുണ്ട്. അപ്പോ അവരുടെ ഡിപ്ലോയ്മെന്റിനൊരു കോസ്റ്റ് ഉണ്ട്. മറ്റ് വോളണ്ടിയർമാർ അവിടെ വരണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവരുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടത്? ഇതൊക്കെ ആരെങ്കിലും ചെയ്തുകൊള്ളും, അവർ തന്നെ വന്നുകൊള്ളും എന്നാണോ പറയേണ്ടത്? അല്ല. സ്റ്റേറ്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചെലവ് വന്നേക്കാം, വി ഡോണ്ട് നോ, നയൻത്തിന് ഈ കണക്കുകൾ നമ്മൾക്ക് അറിയില്ല. നമ്മൾക്ക് പറയാവുന്നത് വോളണ്ടിയർമാരെ കൊണ്ടുവന്നത് ഫയർ ആൻഡ് റെസ്ക്യൂവോ പോലീസോ ഒക്കെ ആണെങ്കിൽ നാളെ അതിനൊരു ബില്ല് ഫുട്ട് ചെയ്യേണ്ടി വരും. അത് എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, നിങ്ങൾ അസസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തുക തരും. ഇതിന് സമാനമായ ഒരു അവസ്ഥയും കൂടി 2018 ഞാൻ പറയാം. 2018 നമ്മൾക്ക് എയർഫോഴ്സിന്റെ ചെലവുകൾ സംബന്ധിച്ച ബില്ല് വന്നത് 2019 അത് 102 കോടി രൂപയാണ്. നമ്മൾ എങ്ങനെ അറിയും 102 കോടി രൂപയുടെ ബില്ലാണോ വരുന്നതെന്ന്? ഭക്ഷണത്തിന്റെ ബില്ല്, അരി കൊടുത്തതിന്റെ ബില്ല് എന്നാണ് വന്നത്? 2020 വന്നത്. അപ്പോ ഇതിനൊക്കെ ഓരോ ചട്ടക്കൂടുകളുണ്ട്. ബില്ല് പേ ചെയ്യുന്നതിനൊരു ചട്ടക്കൂടുണ്ട്. ആ പ്രക്രിയകളെല്ലാം പാലിച്ച് മാത്രമേ എക്സ്പെൻഡിച്ചർ നടക്കൂ. അപ്പോ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണാജനകമാണ്, അത് കള്ളത്തരമാണ്, അത് ദുരന്ത നിവാരണ പ്രക്രിയകളോടുള്ള വളരെ മുഖം തിരിഞ്ഞൊരു സമീപനവുമാണ്. ഇത് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ചർച്ചയിൽ ആരും പറഞ്ഞില്ല. ബാക്കി നമ്മൾക്ക് പരിഗണനയിലുള്ളതാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആരും പറഞ്ഞില്ല ശേഖർ. അല്ല അതൊക്കെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ അത് ആയിക്കോട്ടെ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ താങ്കൾ പറഞ്ഞു ഒരു കൺസൾട്ടേഷൻ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേന്ദ്ര പ്രതിനിധി സംഘവുമായി കൂടിയാലോചിച്ചാണോ ഈ ഹെഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്? ഈ ഹെഡിൽ ഇത്ര പെടുത്താമെന്ന് തീരുമാനിച്ചത് ഈ പറയുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണോ? ആ ഹെഡുകളെ താങ്കൾ കണ്ടിട്ടുണ്ടോ? അല്ല, ആണോ അല്ലയോ? അല്ല, താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ആ ഹെഡുകളുടെ മാനദണ്ഡം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. ചോദിക്കുന്നതിന് മുൻപ് ഒരു പഠനം നടത്തിയിട്ട് ചോദിക്കണ്ടേ? ഞാൻ ഈ മെമ്മോറാണ്ടം വായിച്ചിട്ടുണ്ട്. ഇന്ന ഹെഡിൽ ഇത്ര തുക പെടുത്താം എന്നുള്ളത് കേന്ദ്ര സംഘവുമായി ഒരു മ്യൂച്വലായ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതിനു ശേഷമാണോ ചർച്ചയ്ക്ക് വരരുത്? അല്ല ശ്രീ ശേഖർ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വെച്ചൊരു പ്രൊഫഷണലിനോട് ചർച്ചയ്ക്ക് വരരുത്. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 കോടി രൂപ എന്താണ്? ഇത് കേൾക്കൂ. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് റേറ്റ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത്, എന്താണ് ആക്ച്വൽസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നത്? ആ ചോദ്യമാണ് സ്പെസിഫിക് ആയി താങ്കൾ ചോദിക്കേണ്ടത്. നോംസ് മനസ്സിലാക്കാതെ ഇതിങ്ങനെ ആയിരിക്കാം എന്ന് ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ ഐ ആസ് എ പ്രൊഫഷണൽ വിൽ ഓൺലി റെസ്പോണ്ട് ലൈക്ക് ദിസ്. ശരി, പ്രൊഫഷണലായി ഉത്തരം പറയൂ. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 CR, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? Let me ask you, ആ മാനദണ്ഡം നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കാമോ? താങ്കൾക്ക് ആ മാനദണ്ഡം ഒന്ന് എടുത്തിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഒന്ന് കാണിക്കൂ. അല്ല, ഇതിപ്പോ കേരളം കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടമാണല്ലോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. മുന്നിൽ വസ്തുതകളാണ് വെക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിന് വസ്തുത താങ്കൾ പറഞ്ഞാൽ മതി. ഭക്ഷണവും വെള്ളവും സന്നദ്ധ സേവകർക്കും ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തതിനുള്ള 10 കോടി ആക്ച്വൽസ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചു.
ഇത് കേൾക്കൂ. ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ മുകളിൽ വീടുകളുടെ കണക്കിലേക്ക് ഒന്ന് പോയി അതിന്റെ അകത്ത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ. അല്ല, അതൊക്കെ നോക്കിയിട്ടുണ്ട്. വീടുകളുടെ കാര്യത്തിൽ ഉണ്ടല്ലോ, അത് പറയൂ. ആ കാര്യത്തിൽ നോംസ് ഉണ്ടല്ലോ. ഇവിടെ പറയൂ. അല്ലല്ല, പറയൂ. അല്ല, അവിടെ നിങ്ങളുടെ എസ്റ്റിമേറ്റ് ഉണ്ട്, ആക്ച്വൽസ് ഉണ്ട്, സമ്മതിച്ചു. ഇവിടുത്തെ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 10 CR. താങ്കൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറയൂ. ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ ഇപ്പോ 1555 വീട് തകർന്നു, 482 ഭാഗികമായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് താങ്കൾക്ക് വളരെ സിമ്പിൾ ആയ ഉത്തരം പറയാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് ആ ഉത്തരം പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ സെലക്ടീവ്നെസ്സിനെ തുറന്നു കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീടുകളുടെ മാനദണ്ഡം എന്താണ് എന്ന് പറയാൻ ഒരു വീടിന് 1,30,000 രൂപ മാനദണ്ഡം ആണല്ലോ. അത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതും ഇതും തമ്മിൽ എന്താണ് സാർ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കൃത്യമായി സ്പെസിഫിക് ആയ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. അതെ, ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇനി നമ്മൾക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോസ്റ്റിലേക്ക് വരാം. അവിടെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ഒക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ കോസ്റ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് മാനദണ്ഡത്തിൽ പറയുന്നത്? പറഞ്ഞോളൂ. ആക്ച്വൽസിൽ ക്ലെയിം ചെയ്യാം എന്നാണ് മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ക്ലെയിം ചെയ്തു. മനസ്സിലായോ? ഇനി അല്ല, ഇത് കേൾക്കൂ. എന്താണ് ആക്ച്വൽസ്? ബില്ല് വരുമ്പോൾ നമ്മൾക്ക് ബില്ല് വരുമ്പോൾ എന്താണോ നമ്മളുടെ കോസ്റ്റ് അത് അതിന്റെ മറുപടി അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 18 പ്രളയത്തിൽ നമ്മൾക്ക് എയർഫോഴ്സിന്റെ കോസ്റ്റ് 102 കോടി രൂപ ഒരു വർഷം കഴിഞ്ഞാണ് വന്നത്. അത് വന്നപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തതിന് നമ്മൾക്ക് ആകെ കിട്ടിയത് 70 കോടി രൂപയാണ്. നമ്മൾ 102 കോടി രൂപയുടെ ബില്ലാണ് ക്ലെയിം ചെയ്ത് വന്നത്. ആ ഡിഫറൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പിന്നീട് NDRFൽ നിന്ന് ചോദിക്കാം. കൂടുതലാണെങ്കിൽ അത് അവർ തരാൻ ബാധ്യസ്ഥരാണ്. കുറവാണെങ്കിൽ അതിൽ മറ്റ് ഹെഡുകളിലേക്ക് ഇത് ഉപയോഗപ്പെടുത്താം. കാരണം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നത് ഒരൊറ്റ നിധിയാണ്. ശരി, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധ്യമായ പോസിബിളായ മുഴുവൻ കാര്യവും ക്ലെയിം ചെയ്തു. എത്ര എന്നുള്ളത് അവരുടെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തരട്ടെ. നമുക്ക് നോംസ് അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം, സാധ്യമായതിന്റെ പരമാവധി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണോ ഇതിന്റെ സാമാന്യമായ അർത്ഥം? അത് തന്നെയാണ് കാലങ്ങളായി എല്ലാ സംസ്ഥാനവും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ. ശരി, ടീച്ചർ വരുമ്പോൾ അത് ഞങ്ങൾ ക്ലെയിം ചെയ്യും. ഇത് കൂടുതലാണെങ്കിൽ ഇത് കൂടുതലുള്ളത് ഡിഫറൻസ് തരാൻ പറയും. ശരി, ഓക്കെ, അത്രയും കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ശ്രീ 8-18 ശ്രീ നൌഷാദ് അലി, ഇവിടെ ഇപ്പോ അഭിലാഷ് ഒരു ചോദ്യം. ശേഖർ കുര്യാക്കോസ് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല. നിങ്ങളുടെ സർക്കാർ വന്നാലും അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള പൊസിഷൻസ് കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഇതാണ് മാനദണ്ഡം. മുമ്പാണെങ്കിലും ക്ലെയിം ചെയ്ത നമുക്ക് മാനദണ്ഡം അനുസരിച്ച് എത്ര ക്ലെയിം ചെയ്യാമോ അതിന്റെ മാക്സിമം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവിടെ അത്രയും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഇത്രയും ക്ലെയിം ചെയ്യുന്നു. പക്ഷേ ക്ലെയിം ചെയ്യുന്നത് അത്രയും കിട്ടിയ ചരിത്രത്തിൽ ഇന്നുവരെ ഒരിക്കലുമില്ല. പ്രളയത്തിന്റെ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ നേരത്തെ എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു ക്ലെയിം ചെയ്തതിന്റെ 4-1 പോലും കിട്ടാറില്ല. ഈ തവണയും കിട്ടില്ല. അപ്പോൾ കിട്ടാവുന്നത് എത്രയോ അത്രയും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ കൊള്ളയടിച്ചു, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അഭിലാഷ്, എൻ്റെ ഒരു വളരെ ലളിതമായൊരു ചോദ്യം. ഞാൻ ശേഖർ കുര്യാക്കോസിനെ പോലെ പ്രൊഫഷണലൊന്നും അല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ ഭൂമിയുടെ എർത്ത് ക്ലിയറൻസിന് 15 കോടി രൂപ ചിലവായി എന്നിവർ കണക്ക് അവതരിപ്പിച്ചു. ആ കണക്കിൽ കേന്ദ്രം സ്വാഭാവികമായിട്ട് അത് 1/3 വെട്ടിക്കുറച്ച് 5 കോടിയാണ് അനുവദിച്ചത്. യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് അവിടെ 50 ലക്ഷം ചിലവായിട്ടുള്ളൂ. അപ്പൊ മിച്ചം വരുന്ന ഈ 4.5 കോടി രൂപ അത് എങ്ങോട്ട് പോകും? അത് ശേഖർ കുര്യാക്കോസിന്റെ വീട്ടിലേക്ക്, പിണറായി വിജയന്റെ വീട്ടിലേക്ക്? അതാണ് ചോദ്യം. അല്ല, ഇതിനകത്ത് ഇതൊന്നും ഒരു സിംഗിൾ ഫണ്ടും അല്ല, ഇതൊക്കെ ഓരോ ഹെഡുകളാണ്. അദ്ദേഹം വിശദീകരിച്ചല്ലോ. ഏത് ഹെഡിൽ പൈസ വന്നാലും ഈ നിധി ഒന്നല്ലേ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എന്ന നിധി ഒന്നല്ലേ? ആ നിധിയിൽ ബാക്കി ഉണ്ടാവും. ഒറ്റ മിനിറ്റ്. അല്ല, ഈ നിധി, ഈ ട്രഷറി എന്ന് പറയുന്നത് മൊത്തം ഒരു നിധിയാണെങ്കിൽ ഇതൊക്കെ ഓരോ വകുപ്പ് ഉപവകുപ്പിനൊക്കെ ചെലവഴിക്കാൻ പിന്നെ നിശ്ചയിച്ചതാണല്ലോ. ഈ പറഞ്ഞ തുക ഇവരെഴുതിയെടുക്കില്ല എന്ന് എന്താ അഭിലാഷിന് ഉറപ്പ്? 5 കോടി രൂപ അത് 5 കോടി ചെലവായി.
അല്ല ഞാൻ ചോദിക്കാം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചിട്ടാണ് SDRF എന്ന ഫണ്ടിന്റെ രൂപീകരണം. അപ്പൊ SDRF നിന്ന് അങ്ങനെ ഇപ്പോ ശേഖർ പറഞ്ഞതനുസരിച്ച് ഏത് ഹെഡിലുള്ള പൈസ ആയാലും ആ ഒറ്റ ഫണ്ടിലാണ് വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടിയ പൈസ ശരിക്കും അത്രയും ചെലവായിട്ടില്ല, കൂടിയ പൈസ കിട്ടിയെന്നങ്ങ് വിചാരിക്കാം, നമ്മളങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അധിക പൈസ വന്നാലും ഇത് SDRF-ലേക്കല്ലേ വരിക? അല്ല, ഒരു കാര്യം, അങ്ങനെ വരുന്നൊരു പണം ഈ ഗവൺമെന്റ് ഈ ആവശ്യത്തിന് ചെലവായി എന്ന് പറഞ്ഞ് അവർക്ക് എടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള പശ്ചാത്തലത്തോടെ ഒരുങ്ങുകയാണല്ലോ. ഇവരത് എടുക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഈ 450 രൂപ മേടിച്ച സർക്കാരാണിത്. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ എർത്ത് ക്ലിയറൻസിന് കേന്ദ്രം അനുവദിച്ചു എന്നത് വളരെ കൃത്യമായിട്ടുണ്ടാവുമ്പോ പിന്നെ ഇവർ എടുക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇവർ 50 ലക്ഷം ആണെങ്കിൽ അതല്ലേ നേരത്തെ വിശദീകരിച്ചത്. അങ്ങനെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എവിടെ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. ഒരു വിശദീകരണവും ഇല്ല. ആക്ച്വൽസ് എന്നാണ് അവിടെ ചെലവാകുന്ന തുകയാണ്. ആ തുക കണക്കാക്കി അടിച്ചു മാറ്റാനുള്ള മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ 4/1 കേന്ദ്രം അനുവദിച്ചാലും നിങ്ങൾക്ക് 4 ഇരട്ടി ലാഭമാണ്. അതാണ് നിങ്ങളുടെ തുക. ഞങ്ങൾ എടുക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞാൽ ആര് മറുപടി പറയും? ശരി, ഓക്കെ, പറയൂ ഷാരൂൺ. ഇവിടെ അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ദുരന്ത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും എക്സ്പെർട്ട് വിശദമായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞല്ലോ എന്താണ് ആക്ച്വൽസ്. യാഥാർത്ഥ്യത്തിൽ ക്ലെയിം ചെയ്യാവുന്നതിന്റെ മാക്സിമം നോംസ് പ്രകാരം ചെയ്യാം. ഇത്ര വിശദമായി പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഇവിടെ 4 ദിവസത്തെ ശമ്പളം കോൺഗ്രസിന്റെ പ്രതിനിധികളായി കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുന്നവരാണ് നിങ്ങൾ. അല്ലല്ല, ഒരു കാര്യമുണ്ട്. ഇതുവരെ എന്തുകൊണ്ടാണ് കേരളത്തിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചില്ലല്ലോ. ശരി, ഓക്കെ, ഇതുവരെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വന്നു പോയി 35 ദിവസം കഴിഞ്ഞിട്ട് 5 പൈസ കൊടുക്കാത്ത? സുപ്രീം കോടതിയിൽ കേസിന് പോ. ഞങ്ങളുടെ കക്ഷി ചേരാൻ കേന്ദ്രമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചോ. സുപ്രീം കോടതിയിൽ കേസിന് പോ. സുപ്രീം കോടതിയിൽ കേസിന് പോ. നമുക്ക് കക്ഷി ചേരാൻ പോകാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ചില ഞങ്ങളുടെ കൂടെ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഈ വിഷയത്തിൽ ഒരു സമരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടുള്ള ഞങ്ങളുടെ കൂടെ നിൽക്കുക. അല്ലാതെ ഇവിടെ ഇരുന്ന് ബാജാടോവും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പറഞ്ഞ പണിയാണോ? ഹൈക്കോടതി പോയിട്ട് എന്തിയെ? ഷാരൂൺ കുമാർ പെട്ടെന്ന് കണ്ടുപിടി, എനിക്ക് ഇടവേള എടുക്കേണ്ട സമയം. വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പോയി വി ഡി സതീശൻ ഹൈക്കോടതി പോയി. ജലമെട്രോയ്ക്കെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഹൈക്കോടതി പോയി. AI ക്യാമറയ്ക്കെതിരെ വി ഡി സതീശൻ ഹൈക്കോടതി പോയി. എന്തേ ഹൈക്കോടതി എടുത്ത് ഓടിച്ചില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ മെറിറ്റ് ഉണ്ടായോ? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അഴിമതി ആരോപണം കഴിഞ്ഞ 8 വർഷമായി ഈ കേരളത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? 1 രൂപ പോലും കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ഒരക്ഷരം 18 എംപിമാർ വാ തുറന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിന്റെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചർ, എന്താണ് എസ്റ്റിമേറ്റ്, എന്താണ് മെമ്മോറാണ്ടം. ആദ്യം ഇതിന്റെയൊക്കെ ബാലപാഠം പഠിച്ചിട്ട് വന്ന് ചർച്ചയ്ക്ക് പഠിപ്പിച്ചോളൂ നിങ്ങളെ. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ പ്രഫുൽ, നോക്കൂ, 102 കോടി രൂപയാണ് 2018 പ്രളയത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത വർഷമാണ് അതിന്റെ ബില്ല് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ന്യായം കേന്ദ്രത്തിന്റെ ഫണ്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കേന്ദ്രം തരുന്ന ഫണ്ടിൽ നിന്ന് തന്നെയല്ലേ അതെടുത്ത് കൊടുക്കേണ്ടതെന്നാണ്. ഇവിടെയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 17 കോടി രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന തുക. അപ്പോ 17 കോടിയാണ് ബില്ല് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരുപക്ഷെ അത് കൂടുതലും ആകാം. സ്വാഭാവികമായി ഈ ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുക്കേണ്ടത്. ഇപ്പൊ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിലേക്ക് പണം കേന്ദ്രത്തിൽ നിന്ന് അലോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ വേറൊരു തലത്തിൽ ഇത് ആരോ അടിച്ചുകൊണ്ട് പോകാണെന്നുള്ള മട്ടിൽ ചർച്ച നടത്തുന്നതിൽ അർത്ഥമുണ്ടോ? AGയുടെ ഓഡിറ്റ് ഉള്ള ഒരു ഫണ്ടിനെ കുറിച്ച് അഭിലാഷേ,
ഇത് UPA ഭരണകാലത്ത് CPM പിന്തുണയോടുകൂടി ഭരിക്കുന്ന സമയത്തുണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ഇത്തരത്തിൽ അരി കൊടുത്താലും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും അതിൻ്റെയൊക്കെ ഫണ്ട് അതത് സംസ്ഥാനങ്ങൾ കൊടുക്കണം. പക്ഷേ ആ കൊടുക്കുന്നതിൻ്റെ ബില്ല് കൊടുക്കുമ്പോൾ ആ ഫണ്ട് സെൻട്രൽ കൊടുക്കും. സെൻട്രൽ കൊടുക്കുന്ന പണം എടുത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ പറയുന്ന SDRF-ൽ നിന്നാണ് അത് കൊടുക്കുന്നത്. ശ്രീ പ്രഫുൽ, കേന്ദ്രം അലോട്ട് ചെയ്യുന്ന ഫണ്ടാണ്. പക്ഷേ ഈ പറയുന്ന SDRF എന്ന് പറയുന്ന നിധിയിൽ നിന്നാണ് ആ പണം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ വരാം. അഭിലാഷേ, ഈ ശേഖർ കുര്യാക്കോസ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഈ ശേഖർ കുര്യാക്കോസിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഐശ്വര്യം. ഇത്തരത്തിൽ കോവിഡ് കാലത്തായിക്കൊള്ളട്ടെ, ഇപ്പം ഈ പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തായിക്കൊള്ളട്ടെ, ഈ സമയത്തൊക്കെ വ്യാപകമായ തട്ടിപ്പിന് ഈ സർക്കാരിനെ സഹായിക്കുന്നത് ഈ ശേഖർ കുര്യാക്കോസിനെ പോലെ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ്. ഇവിടെ നോക്ക്, ഇവിടെ അധികം ഒന്നും കണക്കുകൾ നോക്കണ്ട. അവിടെ ഭക്ഷണം വിതരണം ചെയ്ത 10 കോടി എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഒരു പച്ചവെള്ളം പോലും പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പച്ചക്കറികൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. തന്നെ സമ്മതിക്കുകയാണ് എഴുതിയത് എന്ന് ശേഖർ കുര്യാക്കോസ് സമ്മതിക്കുകയാണ്. 10 കോടി ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് 10 കോടി ക്ലെയിം ചെയ്യുന്നു. അവിടെ 10 കോടി ആയിട്ടില്ല എന്നുള്ളത് ഓക്കെ. പക്ഷേ അങ്ങനെ 10 കോടി വന്നാലും ഈ SDRF കിടക്കില്ലേ എന്നതാണ് ന്യായം. ഇങ്ങനെ കള്ളക്കണക്കാണോ അഭിലാഷേ ക്ലെയിം ചെയ്യുക? ഇതിനൊക്കെ ഒരു ന്യായം വേണ്ടേ? കള്ളക്കണക്ക് ബോധിപ്പിക്കാനാണോ നിങ്ങൾ? കള്ളക്കണക്കല്ലേ? ഈ നിമിഷം വരെ എന്തായാലും പണം കിട്ടിയിട്ടില്ല. പണം കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എത്ര കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വളരെ നന്ദിയുണ്ട്. 4 പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.